ഫോർത്ത് ഇയർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് സാറ് പറഞ്ഞു തരികയും ചെയ്തിരുന്നു. ഇന്ന് പെട്ടെന്ന് നേരിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരു ഓറിയന്റേഷൻ കിട്ടിയപ്പോൾ ഇറ്റ്സ് വെരി ഹെൽപ്ഫുൾ. ഷൈൻ സാറ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടും, അതായത് ഒരു ഫോർത്ത് ഇയർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്താണെന്നുള്ളത് സാറ് പറഞ്ഞു തരികയും ചെയ്തിരുന്നു. താങ്ക് യു. ഞാൻ ഇങ്ങനെ യൂട്യൂബ് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തുകൊണ്ട് വന്നപ്പം ഇങ്ങനെ ജ്യൂസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു പേജ് കണ്ടായിരുന്നു. കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ ഡേറ്റ്സൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഡേറ്റ്സിനെ കുറിച്ചും ഈ എക്സാംസിനെ കുറിച്ച് നോളജ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെയുള്ള എക്സാംസ്, എസ്പെഷ്യലി സെൻട്രൽ എക്സാംസ് ആയാലും അതൊക്കെ ഇപ്പം ആദ്യമായിട്ടാണ് ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. താങ്ക് യു. ജ്യൂസ് അക്കാഡമി വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് നമുക്കിന്ന് കിട്ടിയത്. അപ്പം ഞാൻ ഏതായാലും ജോയിൻ ചെയ്യണമെന്ന് തന്നെ തീരുമാനിച്ച് വെച്ചേക്കുന്നത്. കാരണം 2-3 കരിയർ ഗൈഡൻസ് കിട്ടിയതിൽ ഏറ്റവും മികച്ചായി തോന്നിയത് ഈ ക്ലാസ് തന്നെയായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ എക്സാംസിനെ പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നന്നായിട്ട് യൂസ്ഫുൾ ആയി. ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു. നേരത്തെ കിട്ടിയിട്ടുള്ള കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ന് പറയുമ്പം എബ്രോഡ് എങ്ങനെ പോകണം അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതാകുമ്പം സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അങ്ങോട്ടുള്ള ആപ്ലിക്കേഷൻ എങ്ങനെയാണ്, ജോബ് ഇൻ്റർവ്യൂസ് എങ്ങനെയാണ് ഒത്തിരി അറിയാൻ പറ്റി. നല്ല ക്ലാസ് ആയിരുന്നു. ഒത്തിരി പേര് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കരിയർ ഓപ്ഷൻസ്, അബ്രോഡ് പോകുന്നതിനെ പറ്റി ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്രത്തോളം ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തേക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് ആയിരുന്നു.